ലൂസിഫർ ഒരു മാസ് പടമല്ല. ഹായ് ഫ്രണ്ട്സ്, ഹായ് അർജുൻ. എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു മാസ് ക്ലാസ് ഫിലിം എന്ന ലേബലിലാണ് പലരും ലൂസിഫർ കാണാൻ പോയത്. എന്നാൽ ഒരു മാസ് പടം എന്നതിനപ്പുറം വേറൊരു കൺസെപ്റ്റ് കൂടി ചിത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. പറയാതെ പറഞ്ഞ ഒരു കഥ. ഇല്ലുമിനാറ്റി എന്നൊരു കൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തി കാണേണ്ട ഒരു ചിത്രമാണ് ലൂസിഫർ. ഫസ്റ്റ് ഡേ പടം പോയി കണ്ടതാണ്. അപ്പോ ശ്രീരാഗറിന് ഒരു ഫ്രണ്ട് ഉണ്ട്. അവനാണ് ഇല്ലുമിനാറ്റി എന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി കാണേണ്ട ചിത്രമാണെന്ന് പറഞ്ഞു തന്നത്. പിന്നെ ഒരു സാറുണ്ട്, മാത്സിന്റെ ജിഷ്ണു സാറും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പൊ ഇവര് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കുറെ മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ, കുറെ പ്രശ്നങ്ങൾ കാരണം ചെയ്യാൻ പറ്റിയില്ല. 17-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ രൂപീകൃതമായ ഒരു സീക്രട്ട് സൊസൈറ്റിയാണ് ഇല്ലുമിനാറ്റി. അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീമാണ് അവരുടേത്. ടെക്നിക്കൽ പരമായും സാമ്പത്തികപരമായും സാങ്കേതികപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ഇവരുടേത്. സെലിബ്രിറ്റീസ് മുതൽ മന്ത്രിമാർ വരെ ഇവരുടെ കണ്ണികളാണ്. ഇവർക്ക് പദവിയല്ല വേണ്ടത്, അധികാരമാണ് വേണ്ടത്, പവറാണ് വേണ്ടത്. ഒരു ത്രികോണത്തിന്റെ ഉള്ളിൽ ഒരു കണ്ണ്, അതാണ് ഇല്ലുമിനാറ്റിയുടെ സിമ്പൽ എന്ന് പറയുന്നത്, ലോഗോ എന്ന് പറയുന്നത്. ഈ ലൂസിഫർ എന്ന ചിത്രത്തിൽ ഒരുപാട് തവണ നമ്മുടെ ലാലേട്ടന്റെ കണ്ണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഐ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ, മോഹൻലാൽ എന്നത് ഒരു ഇല്ലുമിനേറ്റർ ആണ് എന്നാണ്. പിന്നെ 27 ക്യാരക്ടർ പോസ്റ്ററാണ് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പേ ഇറക്കിയിരുന്നത്. അതും ഒരു ഇല്ലുമിനാറ്റിയുടെ സൂചനയാണ്. ഈ 27 എന്നത് ഒരു ഇല്ലുമിനാറ്റി നമ്പറാണ്. 1700കളിൽ ഇല്ലുമിനാറ്റി പവർഫുൾ ആയിരുന്ന സമയത്ത് 27 പേരായിരുന്നു അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്, ടോപ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 27 ക്യാരക്ടർ പോസ്റ്റർ ലൂസിഫർ ടീം ഒരുക്കാൻ കാരണം. ഇനി നിങ്ങളെല്ലാരും ലൂസിഫർ എന്ന് തിരിച്ചെഴുതി നോക്കൂ. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? റഫീഖ്. ഇതൊരു ഈവിളിന്റെ നെയിമാണ്. അപ്പൊ അവിടെയും ഒരു ഇല്ലുമിനാറ്റി കടന്നു വരുന്നുണ്ട്. ചിത്രം തുടങ്ങുമ്പോൾ ഇന്റർപോൾ ഓഫീസർ എബ്രഹാം ഖുറേഷിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാണിക്കുന്നുണ്ട്. അതിൽ റോഡ്സ്ചൈൽഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഇല്ലുമിനാറ്റിയുടെ സിമ്പലാണ്. ചിത്രം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഒരാളാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇത് മോഹൻലാലാണ്. ഇതും ഒരു ഇല്ലുമിനാറ്റിയുടെ സിമ്പലാണ്. കൂടാതെ ഇന്ദ്രിയത്ത് പറയുന്ന സീനുകളിൽ നിന്നും വ്യക്തമാണ്, മോഹൻലാലിനെ കുറിച്ച് പറയുന്ന സീനുകളിൽ നിന്നും വ്യക്തമാണ് മോഹൻലാൽ ആരാണ് എന്നത്. മഞ്ജു വാര്യർ ലാലേട്ടനെ കാണാൻ പോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഒരു പഴയ പള്ളിയൊക്കെ കാണിക്കുന്നുണ്ട്. പഴയ പള്ളിയും കഴുത്തുപോയ ഒരു ക്രിസ്തുവിനെയും കാണിക്കുന്നുണ്ട്. ഇതും ഒരു ഇല്ലുമിനാറ്റിയാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ദൈവത്തെയാണ്. അപ്പോൾ ചികത്താനെ വിശ്വസിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ കഥയാണ് ലൂസിഫറിലൂടെ മുരളി ഗോപി പറയാതെ പറഞ്ഞത്. പിന്നെ മോഹൻലാൽ ലാലേട്ടൻ ഉപയോഗിക്കുന്ന വണ്ടികളുടെ നമ്പറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാത്തിന്റെ നമ്പർ 666 ആണ്. ലാലേട്ടൻ ഉപയോഗിക്കുന്ന കാറിന്റെ നമ്പർ ആണെങ്കിലും ബുള്ളറ്റിന്റെ നമ്പർ ആണെങ്കിലും ആ ജീപ്പിന്റെ നമ്പർ ആണെങ്കിലും 666 എന്ന നമ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 666 എന്ന് പറയുന്നത് ഒരു ചെകുത്താന്റെ നമ്പറാണ്. ഇവിടെയും ഇല്ലുമിനാറ്റി കടന്നു വരുന്നുണ്ട്. പിന്നെ പൃഥ്വിയുടെ കയ്യിലെ മോതിരമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ ഇല്ലുമിനാറ്റിയുടെ ചിഹ്നം കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ദ്രജിത്തിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് തട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നത് ഒരു നല്ലൊരു എൻവയോൺമെന്റിലാണ്. അതായത് തന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള റൂമിലാണ് ഇന്ദ്രിയത്തിനെ കൊണ്ടുപോയി പാർപ്പിക്കുന്നത്. പിന്നെ ഇന്ദ്രിയത്തിന്റെ ഭാര്യയും മകളെയും കാണുന്നത് മോഹൻലാലിന്റെ കീഴിലുള്ള ആശ്രമത്തിൽ നിന്നാണ്. അപ്പോ ഇതിനൊക്കെ പിന്നില് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന മോഹൻലാലിന്റെ കഥാപാത്രമാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റി വിവരങ്ങൾ തന്നിരുന്നത് ഇന്ദ്രിയത്താണ്. അപ്പോൾ ഇതൊക്കെ ലാലേട്ടൻ അവതരിപ്പിക്കുന്നത് ഒരു ഇല്ലുമിനേറ്റർ ആണ് എന്നതിന്റെ സൂചനയാണ്. ടോവിനോയെ ഇതിലേക്ക് വലിച്ചഴിച്ചതും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രമാണ്. ലാസ്റ്റ് ടോവിനോ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പഞ്ച് ഡയലോഗ്. നീ വിളിച്ചിട്ടല്ല, എന്റെ ഏട്ടൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഈ ഡയലോഗ് ആയിട്ട് എല്ലാവരും കൈയടിച്ചു കാണും. ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചതാണ്. അപ്പോൾ ഇതൊരു പഞ്ച് ഡയലോഗ് മാത്രമല്ല, ഇതൊരു ഇല്ലുമിനാറ്റി ആണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ചിത്രം കഥ പറയുന്നത്. അതായത് ചിത്രത്തിന്റെ ക്യാമറയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്യാമറയുടെ ആംഗിളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ബ്ലാക്ക് ഷെയ്ഡിലൂടെയാണ് ചിത്രത്തിന്റെ കഥ പറയുന്നത്. ഇരുട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിത്രം മുന്നേറുന്നത്. അപ്പോൾ ഇവിടെയും ഇല്ലുമിനാറ്റി കടന്നു വരുന്നുണ്ട്. ക്ലൈമാക്സിൽ നമ്മുടെ ലാലേട്ടൻ ഒരു മാസ് എൻട്രി ഉണ്ട്. ആ ബ്ലാക്ക് ഷർട്ടൊക്കെ ധരിച്ച് പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്ന ലാലേട്ടന്റെ. അപ്പോൾ ആ അതിന്റെ ചുറ്റും ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് കാണാൻ കഴിയും എന്ത്, ഒരു ഓറയുടെ രൂപത്തിൽ. ഓറ എന്ന് പറയുന്നത് ഒരു
ഇല്ലുമിനാറ്റിയുടെ സിമ്പിളാണ് ചെകുത്താൻ. പിന്നെ മൂങ്ങയും കാണിക്കുന്നുണ്ട്. മൂങ്ങ എന്ന് പറയുന്നതും ഒരു ഇല്ലുമിനാറ്റിയുടെ സിമ്പിളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ക്ലൈമാക്സിൽ ലാലേട്ടൻ ഹെലികോപ്റ്ററിന് ഇറങ്ങി വരുന്ന സീൻ ഉണ്ടല്ലോ, അപ്പോ ഹെലികോപ്റ്റർ കാറ് അതൊക്കെ ഇട്ടിരിക്കുന്ന ആ രൂപം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ണ്, അതായത് ഇല്ലുമിനേറ്റിയുടെ സിമ്പിളാണ് ക്ലൈമാക്സിലും കാണിക്കുന്നത്. കേരളം ഭരിക്കുന്നത് തന്നെ ഇല്ലുമിനേറ്റർ ആണ് എന്ന രൂപത്തിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ക്ലൈമാക്സിനോടടുക്കുമ്പോൾ ലോകം മുഴുവൻ ഭരിക്കുന്നത് ഇല്ലുമിനേറ്റർ ആണ് എന്ന രീതിയിലാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. യുദ്ധം വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലാണ് എന്ന ലാലേട്ടൻ്റെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ സ്വയം വലിയ തിന്മയായി പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയും ഇല്ലുമിനേറ്റി കടന്നു വരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയെ ജയിലിൽ ഇടുന്നൊരു സീനുണ്ട്. അപ്പോൾ തന്റെ കയ്യിൽ നിന്ന് ഭരണം പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി ആ ഡ്രഗ്സ് നിറച്ചു നിന്ന കണ്ടെയ്നറും പിന്നെ ആ കപ്പലൊക്കെ തകർക്കുന്ന ഒരു സീനുണ്ട്. ഇതുപോലെയാണ് സാത്താനും. മറ്റുള്ളവരെ സഹായിക്കുകയാണ് എന്ന രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക. പൃഥ്വിരാജിന്റെ സംവിധാന മികവും മുരളിഗോപിയുടെ തിരക്കഥയും ലൂസിഫറിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മുരളിഗോപിയുടെ തിരക്കഥയുടെ ലെവല് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കമ്മാർ സംഭവം, ടിയാൻ എന്നീ 2 ചിത്രങ്ങൾ കണ്ടവർക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതുപോലെ തന്നെയാണ് ലൂസിഫറിലും മുരളിഗോപി വെറും ഒരു മാസപടം എന്ന രീതിയിലല്ല ഒരുക്കിയിരിക്കുന്നത്. അത് പറയാതെ പറഞ്ഞൊരു കഥ അതിന് പിന്നിലുണ്ട്. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഗൂഢസംഘം. ലോകത്തിന്റെ പലയിടത്തും ഇവർക്ക് ചാരന്മാരുണ്ട്. ശാസ്ത്രജ്ഞന്മാർ, സംവിധായകന്മാർ, മാധ്യമപ്രവർത്തകർ, സ്പോർട്സ് താരങ്ങൾ, സെലിബ്രിറ്റീസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇന്റർനെറ്റ് ഒക്കെ ഭരിക്കുന്നതും ഇവർ തന്നെയാണ്. സ്വന്തം ലാഭത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ഈ ലോകം തന്റെ കാൽച്ചുവട്ടിൽ ആക്കണം എന്ന ആഗ്രഹവുമായി നടക്കുന്നവർ, അവരാണ് ഇല്ലുമിനേറ്റേഴ്സ്. 1776 പുരാതന ജർമ്മനിയിലെ ബവേറിയയിൽ ആദം വെയ്ഷെപ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനമായിരുന്നു ഇല്ലുമിനേറ്റി. രാജ്യത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയാണ് ഈ രഹസ്യ ഗ്രൂപ്പ് പ്രതികരിച്ചത്. ചാൾസ് തിയോഡോർ എന്ന വ്യക്തി ഈ ഗ്രൂപ്പ് പിന്നീട് നിരോധിച്ചു. രാജാവിനെയും മതപുരോഹിതന്മാരെയും സമ്പദ് വ്യവസ്ഥയും വിമർശിച്ചു എന്ന കുറ്റത്തിനാണ് ഈ ഗ്രൂപ്പ് നിരോധിച്ചത്. മതത്തെയും മതപുരോഹിതന്മാരെയും എല്ലാം വിമർശിച്ചതിന്റെ പേരിൽ ഒരു സാത്താൻ സേവകരായിട്ടാണ് ഇവരെ അവിടുത്തെ ജനത കണ്ടത്. അവിടെ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇല്ലുമിനേറ്റി ആണെന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ ഈ ചിന്ത ലോകത്തിന്റെ പല ഭാഗത്തേക്കും പടർന്നു. അങ്ങനെ ഇല്ലുമിനേറ്റി രൂപീകൃതമാവും. ലൂസിഫർ കണ്ടവരും ഇനി കാണാൻ പോകുന്നതും ഇല്ലുമിനേറ്റി എന്ന കൺസെപ്റ്റുമായിട്ട് ഈ ചിത്രത്തെ ഒന്ന് ബന്ധിപ്പിച്ചു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്.